എന്താ പറയാ ഇതൊന്ന് കണ്ടോക്കും വല്ലാത്തൊരു ചോദ്യമായി പോയി. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ അമ്മയുടെ ഫേവറേറ്റ് ഫുഡ് അറിയാം? നിങ്ങൾക്ക് ജന്മം തന്ന അവരുടെ കഫം മുലപ്പാലായി ഊറ്റിക്കുടിച്ച് അവരെ മെല്ലിയിപ്പിച്ച 22-23 വയസ്സിൽ സുന്ദരിയായിരുന്നു നമ്മളമ്മ. കല്യാണം കഴിഞ്ഞൊരു നല്ല സുന്ദരിയാ. നമുക്ക് ജന്മം തന്നിട്ടില്ലേ? പ്രസവിച്ചപ്പോ വീട്ടുകാരിങ്ങനെ ഉമ്മമാരൊക്കെ ഇങ്ങനെ തിന്നാനോ മറ്റേ അരിഷ്ടവും തൈരോ ആടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഈ പ്രസവിച്ച പെൺകുട്ടിയെ ഇങ്ങനെ ആരോഗ്യമുള്ളവളാക്കും. പിന്നെ നമ്മളൊരു 2.5 വയസ്സ് വരെയുള്ള ഒരു കാലമില്ലേ, ഈ സമയം കൊണ്ട് ഉമ്മ മെലിയും. നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, എന്താ പറയാ, ആ കുട്ടിയുടെ പിന്നാലെ ഓടി അവള് പറ്റയായിരുന്നു. കുട്ടിയുടെ പിന്നാലെ ഓടിയിട്ടല്ല, ഊറ്റി കുടിച്ച നമ്മളെ നോക്കാൻ വേണ്ടി നമ്മളെ അമ്മ മെലിഞ്ഞ്. ആ അമ്മയുടെ ഫേവറേറ്റ് ഫുഡ് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണോ നമ്മൾ ആണുങ്ങളാന്ന് പറഞ്ഞ് ജീവിക്കണം? സത്യം പറയാലോ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് വെച്ചാൽ സത്യം പറയാം എനിക്കറിയില്ല ഫേവറേറ്റ് ഫുഡ് ഏതാണ്. കാരണം എൻ്റെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം പലർക്കും അറിയില്ല. കാരണം വെച്ചാൽ എൻ്റെ ഉമ്മ എന്നോട് ഇതുവരെ അല്ലെങ്കിൽ ഞങ്ങളോട് ആരോട് ഇതുവരെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ഭക്ഷണം അതാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മളെ തൃപ്തിയാണ് അവരെ തൃപ്തി എന്ന് പറയുന്നത്. മീൻസ് നമ്മൾ വയറ് നിറച്ച് അവർ സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ളതാണ് എൻ്റെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം. അതേമാതിരി പലർക്കും നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കി എന്തിനും അതവിടെ വെച്ചിലോട്ടോ അത് കളയണ്ടായി ഞാൻ കഴിച്ചുകൊണ്ട് പറയും. അതാണ് പലരുടെയും മാതാപിതാക്കൾ. എൻ്റെ പലരുടെയും അമ്മമാരിങ്ങനെയൊക്കെ തന്നെയാണ്. എന്നുവെച്ചാൽ അവർക്കൊരു ഫേവറേറ്റ് ഫുഡ് അറിയില്ല. അപ്പോൾ ഈ ഇദ്ദേഹം ചോദിക്കുമ്പോൾ അവിടെ പലരും തലതാഴ്ത്തിരിക്കുകയാണ്. ആർക്കും അറിയില്ല. എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. വല്ലാത്തൊരു ചോദ്യമായി പോയി.